ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനം, ആ വചനം നാം കേൾക്കാൻ തുടങ്ങുകയാണ്. ഈ വചനം കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നാം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ശുശ്രൂഷയിലൊന്ന് പങ്കെടുക്കൂ. എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന്, കർത്താവെ എന്നോട് സംസാരിക്കണമേ. രണ്ട്, കർത്താവെ ഞാൻ കടന്നു പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നും എനിക്കൊരു മോചനം തരണമേ. മൂന്ന്, ആത്മീയമായും ഭൗതികമായും എന്നെ അനുഗ്രഹിക്കണമേ. നാല്, യേശുക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ, യേശുക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിപ്പാൻ, കുറച്ചുകൂടി യേശുവിൻ്റെ പാതയിലേക്ക് കൂടുതൽ അടുത്ത് യേശുവിനോട് ചേർന്ന് നടക്കുവാനുള്ള ഒരു ദൈവിക കൃപ എൻ്റെ മേൽ പകരണമേ. നിങ്ങൾ ഈ പ്രധാനമായി 4 കാര്യങ്ങൾ പ്രാർത്ഥിക്കൂ. വേറെയും കാര്യങ്ങൾ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. അവനവൻ്റെ ആവശ്യം അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന നല്ല കർത്താവിൻ്റെ നല്ല വചനങ്ങളെയാണ്, ശക്തിയുള്ള വചനങ്ങളെയാണ് നാം കേൾക്കാൻ പോകുന്നത്. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകവും വളരെ സന്തോഷവും എന്നാൽ ആങ്സൈറ്റിയും തോന്നും. കർത്താവ് ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. വലിയൊരു കൂട്ടം ജനം യേശു വന്നതറിഞ്ഞിട്ട് യേശുവിൻ്റെ വചനം കേൾക്കാൻ യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വലിയ ജനക്കൂട്ടത്തിലേക്ക് കർത്താവ് അത്രയ്ക്കങ്ങ് ശ്രദ്ധിക്കുന്നില്ല. കർത്താവിൻ്റെ ശ്രദ്ധ മറ്റെവിടെയോ ആണ്. അത് മറ്റെങ്ങുമല്ല, ഒരല്പം മാറി അവിടെ കരയ്ക്ക് ചേർത്തിട്ടിരിക്കുന്ന 2 പടകുകളിൽ യേശുവിൻ്റെ ദൃഷ്ടി ചെന്ന് പതിച്ചു. ആ പടകിൽ നിന്നും മീൻപിടുക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. സ്തോത്രം. കാരണം വല കഴുകി ഇനി പണിയൊക്കെ നിർത്തി തിരിച്ചു പോകാം. അവരുടെ മുഖത്ത് നിഴലിട്ടിരുന്നത് ഒരു നിരാശാഭാവമായിരുന്നു. കാരണം നാം തിരുവചനം വായിച്ചു വരുമ്പോൾ അവർ മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഉപജീവനം എങ്ങനെ നടക്കും? ഇന്നത്തെ വീട്ടിലേക്ക് എങ്ങനെ അരി വാങ്ങും? വീട്ടു സാധനങ്ങൾ എങ്ങനെ വാങ്ങും? ഭാര്യ വലിയൊരു ലിസ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതില്ല, ഇതില്ല, മുളകില്ല, ഉപ്പില്ല. ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞേ ഉള്ളൂ. ദൈനംദിന ജീവിതത്തിന് വേണ്ടതായ കാര്യങ്ങൾ, കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ അത്യാവശ്യമായി സ്കൂളിൽ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, ആ ലിസ്റ്റിലേക്ക് നോക്കും, ഒഴിഞ്ഞ പോക്കറ്റിലേക്ക് നോക്കും. അങ്ങനെ ഇരുന്ന ഒരവസ്ഥയിലാണ് യേശുവിൻ്റെ ദൃഷ്ടി വന്ന് ആ 2 ചെറുപടകുകളിൽ പതിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കും മൗന നൊമ്പരങ്ങളിലേക്കും നോക്കി നിങ്ങൾ എന്തു വേണ്ടു, എങ്ങനെ മുന്നോട്ട് പോകും, എന്താണൊരു പോംവഴി, നാളെ ഞാൻ എങ്ങനെ അദ്ദേഹത്തെ അഭിമുഖീകരിക്കും, നാളെ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിൽ വിടും, ഫീസ് കൊടുത്തില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുമെന്ന് സാറ് പറഞ്ഞിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, കടക്കാരൻ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, പലിശ കൊടുക്കാൻ പോലും മാർഗമില്ല, എങ്ങനെ ഈ മാസത്തെ ലോൺ ഒന്ന് അടയ്ക്കും? ഇലക്ട്രിസിറ്റി ബില്ലോ അടച്ചിട്ടില്ല, വാട്ടർ ബില്ലും അടച്ചിട്ടില്ല, ഒരുപക്ഷെ അത് കട്ട് ചെയ്യുമായിരിക്കും. ഈ മാസത്തെ വാടകയും അടച്ചിട്ടില്ല. ഈ മാസത്തെ മാത്രമല്ല, അനേകം മാസങ്ങളിലെ വാടക അടച്ചിട്ടില്ല. ബിൽഡിംഗ് ഓണർ പറഞ്ഞു ഇത് അവസാനത്തെ മാസമാണ്, ഇനി തന്നില്ലെങ്കിൽ ഞാൻ ഇറക്കി വിടുമെന്ന്. ഇങ്ങനെ അനേകമായി സമ്മിശ്രമായ അനേകം സ്വകാര്യ ദുഃഖങ്ങളും മൗന നൊമ്പരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാരെങ്കിലും ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുന്നൊരു യേശു ഉണ്ടെന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. കുറവുകളുള്ളവരെ പ്രത്യേകം പരിഗണിക്കുന്നൊരു യേശുവുണ്ട്. ഈ ഭൂമിയിലെ മനുഷ്യരെ കുറവില്ലാത്ത മനുഷ്യരെ നോക്കി നടക്കുന്നവരാണ്. കാരണം അവർക്ക് ബന്ധം സ്ഥാപിക്കാൻ, ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ ഫിനാൻഷ്യലി സൗണ്ട്, അങ്ങനെ മറ്റ് പല രാഷ്ട്രീയമായ നല്ല ബന്ധങ്ങൾ, സാമൂഹികമായ നല്ല നിലവാരങ്ങൾ, അങ്ങനെയുള്ളവരെയൊക്കെ നോക്കി കണ്ടുപിടിക്കും. പക്ഷേ യേശു കുറവുള്ളവരാരെങ്കിലും ഉണ്ടോ? ബലഹീനതകളുള്ളവരാരെങ്കിലും ഉണ്ടോ? പോരായ്മകളുള്ളവരാരെങ്കിലും ഉണ്ടോ? ഞെരുങ്ങുന്നവർ, കടക്കെണിയിൽപ്പെട്ടവർ, രോഗികളായിട്ടുള്ളവർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞാൻ സഹായിക്കാൻ? എൻ്റെ സഹായം ലഭിക്കേണ്ടവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന സ്നേഹനിധിയായ ക്രിസ്തുവിൻ്റെ കണ്ണ് അന്ന് ആ ചെറു പടകിൽ പതിച്ചതുപോലെ ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേരെ യേശു നോക്കുകയാണ്. നിങ്ങളുടെ മുഖത്തേക്ക് മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകളിലേക്കും പോരാ, നിങ്ങളുടെ ഹൃദയത്തിലേക്കും യേശു നോക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ യേശുവിനറിയാം,
പ്രിയ സഹോദരി, അകമേയുള്ള ദുഃഖം പുറമേ കാണിക്കാതെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചിരിച്ചും ചിരിയുടെ ഭാവം നടിച്ചും മകളെ, നീ നാളുകളായി ഒരു അഭിനേതാവിനെ പോലെ നീ നടക്കുകയല്ലേ. എന്നാൽ ഉള്ളിൽ നിറയെ ഭാരം, ഉള്ളിൽ നിറയെ സങ്കടം. ഏകാന്തതയിൽ കഴിയുമ്പോൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ പൊട്ടിക്കരയുന്ന ജീവിതാനുഭവങ്ങൾ. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ കുറവുകൾ കണ്ടിട്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളെ അവഗണിച്ച് പോകുന്നവനല്ല എൻ്റെ യേശു. എൻ്റെ യേശു കുറവുകളുള്ളവരുടെ അടുക്കിലേക്ക് ചേർന്ന് വരും. മോനെ, നീ എന്തിനാണ് കരയുന്നത്? മോളെ, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അങ്ങനെ സ്നേഹവായ്പോടെ നമ്മുടെ അരികിൽ വന്ന് സ്നേഹം കൊണ്ട് നമ്മെ വീർപ്പൂട്ടിക്കുന്ന ഒരു സ്നേഹസ്വരൂപനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്നത്. സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തു. കർത്താവിന് സ്തോത്രം. ആ ചെറുപടകിൽ 2 പടക്, വലിയൊരു കൂട്ടം ജനം, അതിൽ നിന്നും 2 പടക്. ഇപ്പോഴിതാ ആ ഒരു പടകിലേക്ക്, അതിൽ 2ൽ 1 ആ ഒരു പടകിലേക്ക് കർത്താവ് കാലെടുത്ത് വെച്ചു. ആ പടകിൻ്റെ ഉടമസ്ഥൻ ഒന്ന് തലയുയർത്തി നോക്കി കാണുമോ? കാരണം അതുവരെ നിശ്ചലമായിരുന്ന പടകിൽ ഒരു ചലനം. അതെ, യേശു വന്നാൽ നിശ്ചലമായി പോയ നിൻ്റെ ജീവിതം ചലിക്കും മകനെ. നിശ്ചലമായി പോയ നിൻ്റെ ജീവിതം ചലിക്കും മകളെ. നിൻ്റെ വിദ്യാഭ്യാസം നിശ്ചലമായി പോയി. നിനക്കൊരു ജോലി കിട്ടുക എന്നുള്ള ആ കാര്യം നിശ്ചലമായി പോയി. എന്തിന്? വിവാഹ ജീവിതം തുടങ്ങി കുടുംബജീവിതം നിശ്ചലമായി പോയവർ, സ്നേഹബന്ധങ്ങൾ നിശ്ചലമായി പോയവർ. നിശ്ചലമായ ജീവിതപ്പടകിനെ ചലിപ്പിക്കുന്നവനാണ് ക്രിസ്തു. യേശുവിൻ്റെ പാദസ്പർശമേറ്റാൽ ഏത് നിശ്ചലമായി പോയ ജീവിതം ചലിക്കും. ഓ, ആ പടകിൻ്റെ ഉടമസ്ഥൻ അത് ശീമോൻ പത്രോസാണ്. ശീമോനുള്ളതായി ഒന്നിൽ കർത്താവ് കാലെടുത്ത് വെച്ചു. ശീമോൻ്റെ പടകിൽ ഒരു പ്രത്യേകത, എന്തോ ഒരു പ്രത്യേകത, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ചലനം. അതെ, ക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ, ജീവിത പടകിൽ വന്നാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു പ്രത്യേക ഒരു സംരക്ഷണം ലഭിച്ചതുപോലെയാണ്, ഒരു പ്രത്യേക ധൈര്യം ലഭിച്ചതുപോലെയാണ്. അതാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം. സ്തോത്രം. ശീമോൻ പത്രോസ് നോക്കുമ്പോൾ സുസ്മേരവതനായി മറ്റെങ്ങും ശ്രദ്ധിക്കാതെ കടലിലേക്കോ പടകിലേക്കോ മറ്റ് ചുറ്റുമുള്ള കാഴ്ചയിലേക്കോ ഒന്നും ശ്രദ്ധിക്കാതെ ആവശ്യക്കാരായി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദാഹാർത്തരായ ജനത്തോട് സംസാരിക്കുന്ന ക്രിസ്തു. പത്രോസും ജനത്തോടാണ് സംസാരിക്കുന്നതെങ്കിലും പത്രോസും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ഭാവനയാണ്, അല്ലാതെ അങ്ങനെ തന്നെ നടന്ന് ആകാൻ സാധ്യതയുമുണ്ട് സാഹചര്യം കൊണ്ട്. പത്രോസ് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ചൂട് പിടിച്ച് ഞാൻ എന്തു വേണ്ടു എന്ന് ചിന്തിച്ചിരുന്ന പത്രോസിന് ഒരു തണുപ്പ്, എന്തോ ഒരു ആശ്വാസം, എന്തോ ഒരു സന്തോഷം, ദൈവം കരുതുമെന്നുള്ള ചില ചിന്തകളൊക്കെയോ. അങ്ങനെ സമ്മിശ്രമായ വികാര അനുഭവത്താൽ പത്രോസ് മുന്നോട്ട് പോകുമ്പോൾ പത്രോസിനോട് ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, 3-ാം വാക്യം, ആ പടകളിൽ ശീമോനുള്ളതായി ഒന്നിൽ യേശു കയറി കരയിൽ നിന്ന് അല്പം നീക്കണം. ആ സ്വരത്തിനുണ്ട് ഒരു മാധുര്യം, ആ ശബ്ദത്തിനുണ്ട് ഒരു സ്നേഹത്തിൻ്റെ സ്ഫുരണം. ഹല്ലേലൂയ. അതേ പ്രിയരേ, യേശു സംസാരിക്കുന്നത് മറ്റാരും സംസാരിക്കാത്തതുപോലെയാണ്. വേദപുസ്തകത്തിലുണ്ട്, ഇവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അതെ, ആരും സംസാരിക്കാത്തതുപോലെ നമ്മോട് ചേർന്ന് സംസാരിക്കുന്നവനാണ് യേശു. മനുഷ്യർ പലരും സ്വാർത്ഥതയോടെ സംസാരിക്കും. മനുഷ്യർ പലരും ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ട് മധുരമായി സംസാരിക്കും. മനുഷ്യരങ്ങനെയാണ്. പക്ഷേ എൻ്റെ യേശു സ്നേഹാർദ്ര കരം നീട്ടി സ്നേഹാർദ്ര സ്വരത്താൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളും സന്തോഷിപ്പിക്കുന്ന വാക്കുകളും നിരാശ മാറ്റുന്ന വാക്കുകളും പറയും. കർത്താവിൻ്റെ സ്തോത്രം. പത്രോസ് ഒന്നും യേശുവിനോട് പറഞ്ഞില്ല, പക്ഷേ പത്രോസിനോട് യേശു പറയുകയാണ്, എൻ്റെ പ്രിയരെ, നമ്മുടെ സങ്കടങ്ങളോ വേദനകളോ ഒന്നും നാം യേശുവിനോട് പറഞ്ഞില്ലെങ്കിലും യേശുവിന് നമ്മുടെ വേദന അറിയാം. ആ തക്ക സമയത്ത് ഏറ്റവും ഉചിതമായ രീതിയിൽ ഡീൽ ചെയ്യുന്നവനാണ് കർത്താവ്. നിങ്ങൾക്ക് മനസ്സിലായോ? ആ സാഹചര്യമനുസരിച്ച് ഏറ്റവും പ്രായോഗികമായും ഏറ്റവും നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ശീമോനോട് പറഞ്ഞു, കരയിൽ നിന്നൊരു അല്പം നീക്കാമോ? അതൊരു റിക്വസ്റ്റായിരുന്നു. ഹല്ലേലൂയ. അതേ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ അധികാരം നമ്മിൽ ഉണ്ടാക്കി, അധികാരം കാണിച്ച് നമ്മെ പേടിപ്പിച്ച് ഒരു സമർപ്പണത്തിലേക്ക് വരുന്നവനല്ല യേശു. യേശു എന്ന എളിമയോടെ, മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ?
യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് യൗവനക്കാരോട് സംസാരിക്കുന്നു. ജീവിതത്തിൽ ഏത് തുറയിൽപ്പെട്ടവരോടും യേശുക്രിസ്തു സംസാരിക്കുന്നു. എളിമയോടെ, ലാളിത്യത്തോടെ, വളരെ സ്നേഹാർദ്ര വാക്കുകൾ കൊണ്ട് യേശു സംസാരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കരയിൽ നിന്ന് അല്പം നീക്കണം. ഒരു റിക്വസ്റ്റാണത്. സ്തോത്രം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനും അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നവനായ നിത്യദേവനായ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് ഒരു നിസ്സാരനെ പോലെ നിൽക്കുന്നു. അതാണ് യേശുവിൻ്റെ ഭാവം. യേശു ചോദിക്കുന്നു, മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് യേശു പറയുന്നു. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു. പത്രോസ് പെട്ടെന്ന് തന്നെ അങ്ങ് അനുസരിച്ചു. അതെ, യേശു പറയുന്നത് അനുസരിക്കാൻ വലിയ സ്ട്രെയിനൊന്നുമില്ല. അങ്ങ് അനുസരിക്കാൻ തുടങ്ങിയാൽ, അനുസരിക്കാൻ തുടങ്ങിയാൽ അതിന് വേണ്ട എല്ലാ കൃപയും തരും. മോനെ, നിൻ്റെ മദ്യപാനം മാറാൻ, നിൻ്റെ പുകവലിശീലം മാറാൻ, കോപാക്രാന്തമായ സ്വഭാവം മാറാൻ, മോനെ, നിൻ്റെ അഴുക്കും തിന്മയും ഈ ലോകത്തോടുള്ളതായ പറ്റുമാനങ്ങളും ദ്രവ്യാഗ്രഹം പോലുള്ളതായ അനേകം ദൈവം ദുഃഖിക്കുന്ന പാപങ്ങളും മാറാൻ അധിക സമയമൊന്നും വേണ്ട. ഒന്ന് സ്റ്റെപ്പെടുത്ത് വയ്ക്കൂ. നിങ്ങൾ എൻ്റെ ജീവിതം മാറുമോ, എൻ്റെ സ്വഭാവം മാറുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ ചിന്തിച്ചൊന്നും കുഴയണ്ട. നിങ്ങളൊന്ന് തുടക്കമിട്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ എൻ്റെ യേശു 100 1000 10,000 അവൻ പറന്നു വരും. നിങ്ങൾ ഒരു സ്റ്റെപ്പ്, ഒരു തീരുമാനമെടുത്താൽ യേശു നിങ്ങളുടെ അരികിലേക്ക് ഓടി വന്ന് നിങ്ങളെ തൻ്റെ സാന്ത്വന കരം കൊണ്ട് ആലിംഗനം ചെയ്യും. ആ നല്ല യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശുവിൻ്റെ വചനം അനുസരിക്കൂ. യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കൂ. യേശുവേ, ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും, ഞാൻ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കും. അങ്ങയുടെ ആ സ്നേഹാർദ്രമായ കരത്തിൻ്റെ സ്ഥലമുടലും കാൽപാദത്തിൻ്റെ സ്പർശനവുമേറ്റ്, നാഥ, ഞാൻ അനുഗ്രഹീതനാകട്ടെ. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു പറയൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നവർ മാത്രമല്ല, ഈ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ കരസ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും യാചനയും എല്ലാം. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്ക് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.